യെസ്, നമ്മൾ വീണ്ടും തൃശ്ശൂർ അതിരപ്പള്ളിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ നേരത്തെ നമ്മൾ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ഇപ്പോൾ ഈ ആന റോഡിലേക്ക് കൂടെ ഇറങ്ങി വരുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും അവിടെ നിന്ന് വരുന്നത്. ഈ ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. അതിനിടെ ആന റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് മറുവശത്തേക്ക് പോകുന്നു. കാരണം ഇന്നലെയാണ് അവിടെ കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരു സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, വത്സ എന്ന സ്ത്രീ, അവരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ സ്ഥലത്തുള്ള ആളുകളും പറയുന്നുണ്ട് എത്രത്തോളം ഭീതിയിലാണ് അവർ ജീവിക്കുന്നത്. അതിനിടയിലാണ് ഈ ജനവാസ മേഖലയിലൂടെ ഇങ്ങനെ കാട്ടാനകൾ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കൂടി വരുന്നത്. കാരണം ഇതൊന്നും വെറും വാർത്തകൾ മാത്രമല്ല, അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലും, അവിടെ സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. കാരണം വളരെ ഭീതിജനകമായ ദൃശ്യങ്ങളാണ്. കാട്ടാനകളാണ്, അവർ എങ്ങനെ പെരുമാറുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ റോഡിലൂടെയൊക്കെ ധൈര്യപൂർവ്വം നടന്നു പോകാൻ പോലും ആളുകൾക്ക് പറ്റാത്തൊരു സ്ഥിതിയാണ് എന്നുകൂടി മനസ്സിലാക്കുകയാണ്. ആസിഫിലേക്ക് പോകാം വിശദാംശങ്ങൾക്കായി. ആസിഫ്, നേരത്തെ ഈ ആനക്കൂട്ടം അവിടെ നിൽക്കുന്നതാണ്, റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരാന മാത്രമാണ് റോഡിലേക്ക് ഇറങ്ങിയത്. മറ്റാനകളൊക്കെ അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടോ? ഒരാനയാണ് ഇപ്പോൾ ഇത്തരത്തിൽ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പോൾ തേക്കിൻതോട്ടത്തിലേക്ക് കയറിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആളുകൾ പറഞ്ഞത് സ്ഥിരം ഇത് ഇത്തരത്തിലാണ്, ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്താണ് ഈ ആനയുടെ സാന്നിധ്യം ഉള്ളത്. രാത്രികാലങ്ങളിൽ അത് കൂടും, പകൽ സമയങ്ങളിലും ഈ ഒരു സാന്നിധ്യം വളരെ ശക്തമായി നിൽക്കുകയാണ്. ഇങ്ങനെ വരുന്ന ആനകളാണ് പിന്നീട് ജനവാസ മേഖലയിലേക്ക് എത്തുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നിരന്തരം ഇവിടെ ഇത്തരത്തിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും പലരും അത് വല്ലപ്പോഴും ഉണ്ടാകുന്നത് മാത്രമാണ് എന്ന്. നമ്മൾ വന്നപ്പോൾ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ നിരന്തരം ഈ കാട്ടാനയുടെ സാന്നിധ്യം, പുറയിലൂടെ മറ്റൊരു കാട്ടാന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു കാട്ടാന റോഡ് ക്രോസ് ചെയ്തുള്ളൂ, അപ്പോൾ അടുത്ത ആന അതാ റോഡ് ക്രോസ് ചെയ്യാൻ എത്തുന്നത്. ഇങ്ങനെ യാതൊരു സംരക്ഷണവും ജനങ്ങൾ മേഖലയുടെ തൊട്ടടുത്താണ് ഈ ഒരു കാട്ടാനകളുടെ സാധ്യത. വണ്ടി കടന്നു വരുന്ന തൊട്ടടുത്തുകൂടിയാണ് ഈ ഒരു കാട്ടാന ഈ റോഡിലേക്ക് ഇറങ്ങി വരുന്നത്. അതായത് ആളുകൾ കടന്നു വരുന്നതിന് യാതൊരു സുരക്ഷിതത്വമില്ല, യാതൊരു മുന്നറിയിപ്പുകൾ നൽകാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ആന കടന്നു വരുന്ന സമയത്ത് നിരന്തരം വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു മേഖലയാണ്. ആ ഒരു റോഡിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ കാട്ടാനകൾ നിരന്തരം കടന്നു വരുന്നത്. അത് ഫോറസ്റ്റിന്റെ അപ്പുറത്തേക്ക് ജനവാസ മേഖലയുടെ തൊട്ടടുത്താണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നിന്ന് കാട്ടാനകൾക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കാട്ടാന റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു. ആ ജനങ്ങൾക്ക് യാത്രക്കാർക്കടക്കം യാതൊരു സുരക്ഷിതമില്ല എന്നുള്ള കാര്യം വളരെ നാളുകളായി ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ നിരന്തരം കാട്ടാനകൾ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ കഴിയുന്ന ഒരു സംവിധാനവും ഇവിടെയില്ല, മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന സംവിധാനങ്ങളില്ല. ജനവാസ മേഖലകളിൽ നിരന്തരം കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു, രാത്രികാലങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നൽകാൻ ഒരു പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, കാരണം രാത്രികാലങ്ങളിൽ വന്ന് ആക്രമണം നടത്തുന്നത്. പക്ഷേ അതിന്റെ തെളിവുകൾ നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ്. കൃഷിയിടങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ച് കാട്ടാനകൾ പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് ഉള്ളത് എന്ന് നാട്ടുകാർ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് കാട്ടാനകൾ നിരന്തരം സ്വാധീനമുണ്ടാകുന്നു. എണ്ണപ്പുറത്തോട്ടൊക്കെ കേന്ദ്രീകരിച്ച് നിലയുറപ്പിക്കുന്നു. രാത്രികാലങ്ങളിൽ അത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ നാട്ടുകാർ രാത്രികാലം മുഴുവൻ ഉറക്കളച്ച് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് കേവലം 500 മീറ്റർ, 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ജനവാസ മേഖലയിലേക്ക് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പ്രദേശത്താണ് ഈ കാട്ടാനയുടെ സാന്നിധ്യം ഇങ്ങനെ ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വലിയ ആശങ്കയിൽ തന്നെയാണ് ആ ജനങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ആ വിനോദസഞ്ചാരികളെ റോഡിൽ തടഞ്ഞ് ഇട്ടിരിക്കുകയാണ് ഫോറസ്റ്റ്. അതുതന്നെ ഒരുപക്ഷെ നമ്മൾ മാധ്യമങ്ങൾ കൂട്ടത്തോടെ ഈ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലെങ്കിലും പെട്ടെന്ന് ഈ ഒരു സമീപത്തേക്ക് എത്താനും ഈ ഒരു കാട്ടാനയുടെ ഇപ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ എത്തിയ ഈ കാട്ടാനയെ അതിനെ ഇപ്പോൾ ഇനിയും റോഡിലേക്ക് വരാതിരിക്കാൻ ഉള്ള ഒരു നിയന്ത്രണം കൊടുക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു ആനയെ നിയന്ത്രിക്കാൻ ആവശ്യമായുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇങ്ങനെ കാട്ടാനക്കൂട്ടം ഇറങ്ങുമ്പോൾ എത്രത്തോളം
എത്രത്തോളം ഭീതികരമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. കാരണം ആനക്കൂട്ടം ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി വരുന്നു. ഒരാനയാണ് ഇപ്പോൾ റോഡിലേക്ക് വന്നിരിക്കുന്നത്. മറ്റ് ആനകൾ അവിടെ തന്നെ റോഡിന് മറുവശത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആളുകളൊക്കെ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റോഡാണ്. രാത്രികാലങ്ങളിലാണ് പൊതുവെ ആന ഇങ്ങനെ റോഡിലേക്കൊക്കെ ഇറങ്ങി വരാറുള്ളതെങ്കിൽ ഇപ്പോൾ പകൽ സമയത്ത് പോലും ആളുകൾക്ക് സ്വൈര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു അതിരപ്പള്ളിയിലെ മേഖല എന്ന് മനസ്സിലാക്കുകയാണ്. എന്തായാലും ആസിഫ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പരിമിതികളുണ്ട്. കാട്ടാന ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്താണ് അവർക്ക് ഏറ്റവും കൂടുതലായി ചെയ്യാൻ കഴിയുക? കാരണം ഇങ്ങനെ ഇറങ്ങി വരാതിരിക്കാനുള്ളൊരു പരിഹാരം, ഫെൻസിങ് അടക്കമുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ അവിടെ അവരെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എന്ത് കൂടുതലായി നടപടികളാണ് ചെയ്യാൻ പറ്റുക? അവരിൽ നിന്ന് എന്താണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ കഴിയുക ആസിഫ്?